ഹായ് ഗൈസ്, ഇന്ന് നമ്മള് അമ്മയുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി പോവാ. നമ്മളിത് എവിടെയാ പോകുന്ന അറിയാമോ? അമ്മയുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി A day with mom. നമ്മളങ്ങനെ ഡാമിന്റെ വഴി കയറി ഉല്ലാസയാത്രക്ക് പോയവരൊക്കെ വരുന്നുണ്ട്. അമ്മേനെ ബസ് കയറ്റി വിട്ടാലോ? ഉല്ലാസയാത്ര വണ്ടിയാണത്. ഉല്ലാസയാത്ര വണ്ടി ശോകമാണല്ലോ. പാട്ടൊക്കെ പാടി ചേട്ടന്മാരെ. ഇല്ല, അവരവിടെ പോയിട്ട് മടുത്തു വരുന്നല്ലേ. വഴി നല്ല മോശമാണേലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒരു സാധനം ഉണ്ടല്ലോ, കൂടാരം പോലെ, സ്റ്റേഡിയം തോന്നുന്നല്ലേ. ഇടുക്കി ഡാം തോന്നുന്നുണ്ട്. പാസ് എടുക്കേണ്ട ചേട്ടൻ കൈ കാട്ടി മാടി വിളിക്കുന്നുണ്ട്. കൈ പൈസ ഉണ്ട്. ഒരു മിനിറ്റ് ആ ഗൂഗിൾ പേ ഏട്ടാ. ഡാമിന്റെ ഫോട്ടോ എടുക്കലെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതാണ് ഇവിടുത്തെ പാർക്ക്. ഒരു ഫാമിലി ഫുള്ളാന്ന് തോന്നുന്നല്ലോ അത് കണ്ടിട്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് പാസ്സൊക്കെ എടുത്ത് കഴിയുമ്പോൾ ആദ്യം പാർക്കാണ് വരുന്നത്. അപ്പോൾ പാർക്കിൽ കയറാൻ നമ്മൾ ഡാം കാണാൻ വേണ്ടി പോവാണ്. ഡാം അവിടെ നിന്ന് ഒരു 300 മീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഡാമിൻ്റെ ഫോട്ടോ ഒന്നും എടുക്കില്ലെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി വിട്ടേക്കുന്നത്. കുഞ്ഞിപ്പിള്ളേരുള്ള വീടാണല്ലോ. പാസ് എടുത്തിട്ടായിരിക്കും എന്തായിരുന്നു സംശയം? ഒന്നുമില്ല. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പതുക്കെ പാർക്കിലേക്ക് പോകട്ടോ. അങ്ങനെ ഒരുപാട് നാളത്തെ അമ്മയുടെ ആഗ്രഹം സാധിച്ചിരിക്കുന്നു. അമ്മേ, സന്തോഷമായോ ഡാം കണ്ടപ്പോ? വെള്ളത്തിലേക്ക് ചാടാൻ തോന്നുന്നു. എടുത്ത് ചാടിയേക്കല്ലേ. ഇവിടുത്തെ വീഡിയോയും ഫോട്ടോഗ്രാഫിയൊക്കെ കർശനമായിട്ട് നിരോധിച്ചത് കൊണ്ട് നമുക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഗേസ്. അതെ അതെ, അവിടെ ഉള്ളവർ പറഞ്ഞു, കേറിട്ട് പോയവർ വന്നിട്ട് പറഞ്ഞു, അതുകൊണ്ട് നിർഭാഗ്യവശാൽ നിങ്ങൾക്ക് മലങ്കര ഡാമിന്റെ ദൃശ്യങ്ങൾ കാണിച്ചു തരാൻ സാധിക്കുന്നതല്ല ഗായ്സ്. ബൈ. ഡാമിന്റെ ചേച്ചി കുറച്ചുകൂടെ അങ്ങോട്ട് വണ്ടിയുള്ളൂ. നല്ല വെയിലാണ്. ഇവിടുന്ന് ഒരു 300 മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡാമിലേക്ക് പോകാം. നമ്മൾ ഡാമിൽ പോയി അവിടെ പക്ഷേ വീഡിയോ എടുക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പക്ഷേ അത് ഇനി വരുമ്പോൾ ഇവിടെ ഒരു പാർക്കുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ പാർക്ക് കാണാൻ വേണ്ടി പോവുകയാണ്. നല്ല അടിപൊളി ഒരു വൈബായിട്ട് ഇവിടെ വന്നിരിക്കാനൊക്കെ ആയിട്ട് ശാന്തമായിട്ട്. ശരിക്കും ഇവിടെയൊക്കെ വെള്ളം കയറി കിടക്കുന്ന സ്ഥലമാണ്. കണ്ടോ, ആ ഒരു കളർ ചേഞ്ച് കണ്ടാൽ മനസ്സിലാവും. ഒരിടത്ത് നല്ല പച്ചപ്പും താഴെ ആ ഒരു ചെളി വരണ്ട ഭാഗങ്ങൾ കിടക്കുന്നതാണ്. വെള്ളമൊക്കെ കയറി നടക്കും. വരൾച്ചയായതുകൊണ്ട് വെള്ളം കയറിയിട്ടില്ല. ബട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ ചെറിയൊരു കാറ്റും നല്ല അടിപൊളിയാണ്. ഡാമൊക്കെ കണ്ട് നമ്മളൊന്ന് മടുത്ത് നല്ല വെയിലത്തോടെ നടന്ന് മടുത്ത് വരുമ്പോഴത്തേക്കും ഇവിടെ വന്നിരിക്കാൻ 2 കസേരയൊക്കെ ഇട്ടുണ്ട്. അത് നല്ല വൈബാട്ടോ. ഇവിടെ വരുന്നവർ ഇവിടെയൊക്കെ വന്ന് എൻജോയ് ചെയ്ത് കുറേ സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ വളരെ നല്ലൊരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നമ്മേ മലങ്കര ഡാമും? നല്ലതാണോ? എൻജോയ് ചെയ്തോ? ഇഷ്ടപ്പെട്ടോ? അതിലും ഇഷ്ടപ്പെട്ട് ഇവിടെയാണല്ലേ? ഇവിടെ വരുമ്പോൾ ചെറിയ കാറ്റൊക്കെ. ഇതാണ് കേട്ടോ നമ്മൾ പാർക്കിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അതായത് ഉള്ള വ്യൂ കേട്ടോ. ഒരു രക്ഷയില്ല. ഇത് ക്യാമറ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഭംഗി ഫീൽ ചെയ്യുമെന്നറിയില്ല. ബട്ട് വന്ന് കാണുമ്പോൾ ഉണ്ടല്ലോ വേറെ ലെവലാണ്, ഒന്നും പറയാനില്ല.
ഇരിക്കാനൊക്കെ നല്ല കുറേ ചെയറുകളും കുറേ ഊഞ്ഞാലും അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് സാധനങ്ങളൊക്കെ ഉണ്ട്. സംഭവം വർത്ത് കേട്ടോ. ഹംപി ഫുള്ള് ഡിലീറ്റ് ചെയ്യട്ടെ? അമ്മേ സന്തോഷമായോ? ചിരിച്ചേ, നന്നായിട്ട് ചിരിച്ചേ. പേര് കാരണമൊന്നും കാണത്തില്ല. ഇതാണ് വ്യൂ. അപ്പോൾ ഗെയ്സ് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ മലങ്കര ഡാമിൻ്റെ വീഡിയോയും കാര്യങ്ങളും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ഇലവീഴ പൂഞ്ചിറയും അത് കഴിഞ്ഞിട്ട് ഇല്ലിക്കക്കല്ലും. അപ്പോൾ ഒരു തൊടുപുഴയിൽ നിന്ന് ഒറ്റ ദിവസം തന്നെ കവർ ചെയ്യാൻ പറ്റുന്ന ഈ 3 പ്ലേസും. അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളും നമ്മൾ അടുത്ത പാട്ടായിട്ട് ഇട്ടേക്കാം. അപ്പോൾ ബൈ ഗെയ്സ്.